എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ താമരശ്ശേരി രൂപത മരഞ്ചാട്ടി ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച മാതാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ജനുവരി 5, 2024 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എല്ലാ നഴ്സുമാരെ പോണക്കും ഒരുപാട് പ്രാവശ്യം OET എക്സാം എഴുതിയായിരുന്നു. എനിക്ക് റീഡിങ് മാത്രം പാസ്സാവുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് സ്വീകരിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അച്ഛൻ ചോദിച്ചു എന്നാ എക്സാം എന്ന്. അപ്പം ഞാൻ 2 എക്സാം ആ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എഴുതിയ എക്സാമിനൊക്കെ എപ്പോഴും എനിക്കൊരു C എന്നുള്ള സ്കോർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആ എഴുതിയ എക്സാമിൽ എനിക്ക് രണ്ട് പ്രാവശ്യവും എനിക്ക് B കിട്ടി. ഞാൻ ഓരോ ആൻസർ സെലക്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ന്യൂസിലാൻഡിന് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുടുംബമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. മക്കളും എല്ലാവരും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഇത്രയും എക്സാം എഴുതി എന്നിട്ടും ഇത് എക്സാം തീർന്നിട്ടില്ല, നീ ഇനിയും എഴുതണം എന്നിങ്ങനെ കുർബാനയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എന്നോട് മാതാവ് പറയുന്നു ഇനിയും എക്സാം എഴുതണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഓൾറെഡി വിസ വന്നതല്ലേ, നീ എന്തിനാണ് ഇനി എക്സാം എഴുതുന്നത്? അല്ല, എനിക്ക് ഒന്നും കൂടെ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പോയി എഴുതി. അതിലെനിക്ക് മാതാവ് എല്ലാത്തിനും B തന്നു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൽ പോയി. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറി. അവിടെ ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഞാൻ അവിടുന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം, അമ്മേ മാതാവേ നീ എൻ്റെ കൂടെ വരണേന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലൊക്കെ തന്നെ എനിക്ക് ദുബായിൽ ലൈസൻസ് ഉണ്ട്, ന്യൂസിലാൻഡ് ലൈസൻസ് കിട്ടി, ഓസ്ട്രേലിയൻ ലൈസൻസ് കിട്ടി. ഈ 3 ലൈസൻസ് ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാൽക്ക വെച്ച് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാനിവിടെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലൈസൻസും എൻ്റെ ജീവിതവും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും ഒക്കെ ഞാൻ നിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പോകേണ്ട ദേശം ഏതാ, ഞാൻ പോകേണ്ട സ്ഥലം ഏതാ, അതെല്ലാം എനിക്ക് കാണിച്ചു തരണം. അതിന് തെളിവായിട്ട് എനിക്കൊരു ജോബ് വിസ തന്നാലേ ഞാൻ പോവുള്ളൂ, അല്ലാണ്ട് ഞാൻ പോകത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം. എനിക്കെൻ്റെ കുഞ്ഞു മക്കളാണ്, 4 പിള്ളേരാണ്. അപ്പോൾ അവർ 4 പേരെയും ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മാതാവേ. എങ്ങോട്ടാണേലും നീ തീരുമാനിക്കുന്നത് നടക്കണം. ഇനി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ്, എനിക്ക് അവിടെ പോകണം, എനിക്കിവിടെ പോകണം, എനിക്കത് വേണം, ഇത് വേണം. ഇനി എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു ചെന്നിട്ട് ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന്, ഉടമ്പടിയിൽ പേപ്പർ തരുമല്ലോ നമുക്ക്, റോസ് കളറിലുള്ള പേപ്പർ, ആ പേപ്പർ എടുത്ത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് നോക്കി. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോന്നായി തിരുത്തി. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ വന്നപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ, എൻ്റെ അടുത്ത് ജോലിയില്ല, പൈസയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കുർബാനയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ആകെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് എൻ്റെ നേഴ്സിംഗ് സ്കില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത്രയും നാൾ ഞാൻ നേഴ്സിംഗ് സ്കില്ല് ജോലി ചെയ്തതിനെല്ലാം ശമ്പളം വാങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 1 വർഷം ഞാൻ പാലിയേറ്റീവ് കെയർ, എൻ്റെ ഇടവകയിലുള്ള പാലിയേറ്റീവ് കെയറും അടുത്ത ഇടവകയിലുള്ളിടത്തും പോയി പാലിയേറ്റീവ് കെയറിന് പോകുമായിരുന്നു. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരം മാതാവ് എനിക്ക് തന്നു. അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. എനിക്ക് മാത്രമല്ല, അമ്മ ഇങ്ങനെ പാലിയേറ്റീവ് കെയറിന് പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ അതൊരു വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ഒരവസരമായിട്ട് ദൈവം എനിക്കത് ഒരുക്കി തന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ നേർച്ച നേർന്ന് ഞാൻ 6 മാസമായിട്ട് ഓസ്ട്രേലിയയ്ക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നും അപ്ലൈ ചെയ്യും. ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടാണ്ട് തിരിച്ചു വന്ന എല്ലാ നേഴ്സുമാർക്കും അറിയാം, ഹസ്ബൻഡും വൈഫും ജോലി ഇല്ലാണ്ട് നിൽക്കുന്നു, 4 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആ ബുദ്ധിമുട്ടും അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോലി എത്ര അപ്ലൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും എല്ലാ ന്യൂസ് പേപ്പർ എടുത്താലും നമുക്കറിയാം ഇപ്പോൾ എവിടെയും ജോലി കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ എല്ലാം വരുന്നതും ഓരോ നിയമങ്ങൾ മാറുന്നതും കാണും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഞാൻ എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചതാണ്, എൻ്റെ മാതാവ് എനിക്ക് തരും, എൻ്റെ മാതാവ് എനിക്ക് തരും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന് പോകാമെന്ന് തീരുമാനിച്ച് കുർബാന കഴിഞ്ഞിറങ്ങി നോക്കുമ്പം എനിക്കൊരു മെയിൽ വന്നേക്കുന്നു. എനിക്ക് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ. സാധാരണ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ചെയ്യാനോ സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. എനിക്ക് ആ ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു.
എൻ്റെ മാതാവ് ഇടപെട്ട് അവരെ ഞാൻ രണ്ടാമട്ടം ചോദിച്ചു, എനിക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. അവരോരോ ക്വസ്റ്റ്യനും എനിക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തു തന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം, ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം തോന്നി ഇൻ്റർവ്യൂ തന്നതിന്. അപ്പോൾ എന്നോട് ജോലി കിട്ടിയില്ലല്ലോ, ഇല്ല ജോലി കിട്ടുന്നത് എനിക്ക് മാതാവ് തന്നതാണ്, അതെനിക്ക് മാതാവ് തരും എന്നുള്ള ഉറപ്പ്. ഞാനിവിടെ വന്നു. ഹസ്ബൻഡ് ചോദിച്ചു നീ എങ്ങനെ പോകുന്നു? ഞാൻ കോഴിക്കോട് ഞാൻ ബസ്സിന് പോകും, നാളെ വൈകുന്നേരത്തെ ബസ്സിന് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിന് കയറി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മാതാവിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചു ചെന്നു. മാതാവ് എനിക്ക് ആ ജോലി തരികയും അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. എനിക്ക് ജോബ് വിത്ത് PR എൻ്റെ ഫാമിലിയോട് കൂടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. ഈ മാസം 26-ാം തീയതി ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചപ്പം ഈശോ എനിക്ക് വേണ്ടി 1000 മടങ്ങ് ഇങ്ങോട്ട് നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പറ്റുന്നത്രയും ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും, കുഞ്ഞുങ്ങളെയും കൂട്ടി. എനിക്ക് 4 മക്കളാണ്, കുഞ്ഞുങ്ങളാണ്, എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോവണ്ടേന്ന് ചോദിച്ച് അവരെ കൂട്ടി ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ ആരാധന ഉണ്ടാവാറുണ്ട്. ആ ചാപ്പലിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും ജീവിതപങ്കാളിയും പോവും. പറ്റുമ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പത്രങ്ങളെല്ലാം, എനിക്കിതല്ലാണ്ട് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു ഏജൻറ്റ് പോലും ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിനോ ഓസ്ട്രേലിയ പ്രോസസ്സിനോ ഇല്ലായിരുന്നു, എല്ലാം തന്നെയായിരുന്നു. കാരണം നമുക്ക് അത്രയും പൈസ കൊടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. മിക്കവാറും ബാക്കിയുള്ള നഴ്സുമാർക്ക് മനസ്സിലാവും എന്നെ, നമ്മൾ ജോലിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പൈസ കൊടുത്ത് നമുക്കൊരാളെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇരുന്നായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാത്ത ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കാനായി മാതാവ് വിട്ടിരുന്നു. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ഓരോ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുമ്പം ഓരോ പുതിയ മാർഗ്ഗങ്ങൾ ഓരോ ദിവസവും തുറന്നു തരുമായിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ നഴ്സുമാർക്കും അവരോട് ഞാൻ പറയാനിരിക്കുന്നത്, നിങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് വരിക. മാതാവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. മാതാവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ മാതാവ് നമുക്ക് തരും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 മക്കബായർ 7:6 അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. റോസ്മിൻ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം യൂറോപ്യൻ രാജ്യത്ത് പോകുവാൻ വേണ്ടി ന്യൂസിലാൻഡിൽ പോയതും എന്നാൽ ജോലിയൊന്നും ആകാതെ തിരികെ പോരേണ്ടി വന്ന പ്രതിസന്ധിയുടെ നാളുകളെക്കുറിച്ച് സംസാരിച്ചു. എന്നാലും ഉടമ്പടിയിൽ അല്പം പോലും മകൾ പുറകോട്ട് പോയില്ല. മകളും ജീവിത പങ്കാളിയും 4 കുഞ്ഞുങ്ങളും അവർ അമ്മ മാതാവിൽ ആശ്രയിച്ച് ആ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോയി എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നാം നിയോഗമായി ചേർക്കുമ്പോൾ അതിന് ജോസഫച്ചൻ എപ്പോഴും നമ്മോട് ചോദിക്കും, വിശേഷബുദ്ധിയായി നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിശേഷബുദ്ധിയായി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ, കൂടുതൽ നമ്മളെ തന്നെ ദൈവത്തിന് പ്രീതികരമാം വിധം സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? മകൾ അതാണ് സൂചിപ്പിച്ചത്. പാലിയേറ്റീവ് കെയറിൽ ആ മകള് ശമ്പളമൊന്നും വേതനമൊന്നും പറ്റാതെ ഏറ്റവും ത്യാഗത്തോടുകൂടി ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ തീരുമാനിക്കുകയും തൻ്റെ നേഴ്സ് സ്കില്ല് ആ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി 1 വർഷത്തോളം കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തുവെന്നാണ്. ഇത് നമ്മളൊരു നിലപാടെടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നത് കാണാനാവും. മകൾ പറയുന്നുണ്ട്, ആ പാലിയേറ്റീവ് കെയർ മിനിസ്ട്രിയിലേക്ക് തൻ്റെ ഇടവകയിലും അടുത്ത ഇടവകയിലുമുള്ളത് ചെയ്യുവാൻ താൻ തീരുമാനമെടുത്തതിൻ്റെ അടുത്ത ദിനം തനിക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ശരിയായി വന്നു. പിന്നീട് ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ തന്നെ കൃത്യമായും അമ്മ മാതാവ് കരം പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നു. ഓരോരോ സമയത്ത് ദൂതന്മാരുടെ സംരക്ഷണം നൽകി. ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും സന്ദേശങ്ങൾ ലഭിക്കുക, ദൂതന്മാരെ ലഭിക്കുക, വഴികൾ തെളിച്ചു തരുന്നതിന്, തടസ്സങ്ങൾ മാറ്റുന്നതിന്, അറിവില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശം ആ കൃത്യസമയത്ത് നമുക്ക് അവൈലബിൾ ആക്കുക, അതെപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ്.
മകൾ അതാണ് സാക്ഷ്യപ്പെടുത്തിയത്. എനിക്കൊരു ഏജൻറ്റ് ഒരിക്കലുമില്ലായിരുന്നു. പക്ഷെ ഓരോ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അടുത്തത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി എന്നെ മനസ്സിലാക്കി തരും വിധം എനിക്ക് അമ്മ മാതാവ് ആരെയെങ്കിലുമൊക്കെ എനിക്കതിന് സഹായത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ യാതൊരു തരത്തിലും പ്രതിസന്ധികളില്ലാതെ, സമയനഷ്ടമില്ലാതെ, പണനഷ്ടമില്ലാതെ അമ്മ മാതാവ് ഈ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിച്ചെടുക്കുവാൻ എനിക്ക് വഴിയൊരുക്കി തന്നു. ഞാൻ ജോലിക്ക് വേണ്ടി കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അത് എനിക്കുള്ളൊരു വിസയായിട്ട് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിലും ഒരിക്കൽ പോലും എനിക്കത് ഫാമിലി വിസ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ മകളെടുക്കുന്ന എഫേർട്ട് എന്താണ്? മകൾക്ക് അവിടെ വിസ വരും എന്നുറപ്പാകുമ്പോൾ, ഇൻ്റർവ്യൂ സെലക്റ്റഡായി എന്നുറപ്പാകുമ്പോൾ കോഴിക്കോടാണ് വീടെങ്കിലും ഓടിയെത്തി മാതാവിൻ്റെ അരികിൽ നന്ദി പറയാൻ തയ്യാറാവുകയാണ്. ആ നന്ദി പറച്ചിൽ വളരെ പ്രത്യേകതയുണ്ട്. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹത്തെ അക്നോളജ് ചെയ്യുക എന്നത് നമ്മൾ ഭയങ്കര മടിയുള്ളവരാണ്. ദൈവം നമുക്കൊരു നന്മ നൽകിയാൽ, ഒരു അനുഗ്രഹം നൽകിയാൽ അതുവരെ നമ്മൾ എത്ര കണ്ട് നിലവിളിച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കും, എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷെ ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മൾ പലപ്പോഴും മടിയുള്ളവരാണ്. അത് കർത്താവ് ചോദിച്ചതുപോലെ തന്നെയാണ്, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേർ എവിടെ? ഈ ചോദ്യം മിക്കവാറും നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് 10 അനുഗ്രഹം കിട്ടിയിട്ട് 9 അനുഗ്രഹത്തിനെങ്കിലും നീ നന്ദി പറഞ്ഞോ? ഒരു അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞോ? നമ്മളിങ്ങനെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ദൈവം കൈപിടിച്ച് നടത്തിയ അവസരങ്ങൾ എത്രയുണ്ട്. എല്ലാം തകർന്നു, എല്ലാം തീർന്നുവെന്ന് കരുതിയ ഇടങ്ങളിൽ നിന്ന് എത്ര നിസ്സാരമായി ദൈവം നമുക്ക് പുതുജീവൻ നൽകി മുന്നോട്ട് നയിച്ചു. എന്നിട്ട് ദൈവത്തിന് ആ തീഷ്ണതയോടും തീവ്രതയോടും കൂടി നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയുടെ മർമ്മം അറിഞ്ഞ് അവൾ ജീവിച്ചു എന്നുള്ളതാണ്. അവൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതൊന്നും പറയുന്നില്ല. പക്ഷേ അവളുടെ ഉടമ്പടി ജീവിതം എന്താണോ, അതിനെന്താണോ വേണ്ടത്, വേണ്ട കാര്യം കൃത്യമായി അവൾ ജീവിച്ചിരുന്നു. ഉടമ്പടി അത്രയേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നൊക്കെ ഇങ്ങനെ ആദ്യം ഒരു ഇത്തിരി സങ്കടം തോന്നിയപ്പോൾ ഞാൻ പരിശോധിച്ചത് എൻ്റെ ആ റോസ് കളറിലെ പേപ്പറാണ്. എൻ്റെ ക്രിസ്ത്യൻ ലൈഫ്, ആ ഇവാലുവേഷൻ എങ്ങനെയുണ്ട്, അവിടെ എവിടെയാണ് എനിക്ക് കുറവുള്ളത്, എൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ എനിക്ക് അലസത കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ എനിക്ക് വീഴ്ച വരുന്നുണ്ടോ, അത് തിരുത്തുവാനാണ് ആദ്യം ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടിക്ക് പുറത്തേക്ക് ഒരു കാര്യവും ചെയ്തു പോകേണ്ടതില്ല. പക്ഷെ ഉടമ്പടിയുടെ അകത്തുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് ബോധ്യത്തോടും വിശ്വാസത്തോടും ദൈവസ്നേഹത്തോടും കൂടി ജീവിക്കുവാനും ചെയ്യുവാനുമുള്ള സന്മനസ്സുണ്ടാവണം. അത് നമുക്ക് അനുഗ്രഹമായി തീരും. മകൾ അതാണ് ആ സെലക്റ്റഡ് എന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഞാനിന്ന് കൃപാസനം വരെ പോയി നന്ദി പറഞ്ഞിട്ട് വരാം. വേറെ ഇൻറ്റൻഷൻ ഒന്നുമില്ല. നേരെ അന്ന് തന്നെ വാഹനം കയറി ഇവിടെ എത്തുന്നു, അമ്മയോട് നന്ദി പറയുന്നു, തിരികെ ചെല്ലുന്നു. തിരികെ ചെന്ന് കഴിഞ്ഞാൽ കയ്യിലേക്ക് വിസ കിട്ടുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ചുവട് അമ്മയുടെ അരികിൽ വരെ എത്തിയതേ ഉള്ളൂ. എനിക്ക് അമ്മ നൽകിയതോ എൻ്റെ കുടുംബം മുഴുവനും ഫാമിലി വിസ, PR ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള എല്ലാ വഴികളും. ഇത് ദൈവം നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. നാം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണോ? ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് അവിടുന്ന് ഉറപ്പിച്ചെടുത്തോ, പിന്നെ നമുക്ക് അവിടുന്ന് തരുന്നതൊക്കെയും അബണ്ടൻസ് ആയിരിക്കും, സമൃദ്ധിയായിരിക്കും, ഒന്നിനും കുറവുണ്ടാവില്ല. ഈ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ കൃപയുള്ള കർത്താവിൻ്റെ അരികിലാണ് നാം എപ്പോഴും ഈ ഉടമ്പടി ജീവിക്കുന്നതെന്ന ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനനുസരിച്ചുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള സറണ്ടറിങ്, അതിനനുസരിച്ചുള്ള ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ പറ്റണം. അതിന് തയ്യാറാണെങ്കിൽ അനുഗ്രഹത്തിന് താമസമുണ്ടാവില്ല. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.